വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കും. വിജയിപ്പിക്കൽ രീതിയിൽ മന്ത്രിക്ക് യോജിപ്പില്ല. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. നിലവിലെ പഠനരീതികൾക്കെതിരെയും വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെയും ശക്തമായ നിലപാടുകളാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. 1-ാം ക്ലാസ് മുതൽ 9-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ യാതൊരു മാനദണ്ഡവുമില്ലാതെ വിജയിപ്പിക്കുന്ന രീതിയിൽ യോജിപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരണം അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. 1-ാം ക്ലാസ് പ്രവേശനത്തിനായി സംഭാവനകൾ വാങ്ങുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടുത്ത അധ്യയന വർഷം മുതൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതി ഏകീകരിക്കും. ഇത് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഏകീകരണം കൊണ്ടുവരാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. നിലവാരമില്ലാത്ത അധ്യാപകർ ഈ മേഖലയിലുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് നിരോധിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. വിദ്യാഭ്യാസ മേഖലയിലെ അപാകതകൾ പരിഹരിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ വിദ്യാഭ്യാസ ചട്ടമനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നിയമമായിരുന്നാലും സംസ്ഥാന വിദ്യാഭ്യാസ നിയമമായിരുന്നാലും കേരള എഡ്യൂക്കേഷൻ റോഡ് KER ആയിരുന്നാലും ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണമെങ്കിലും ഗവൺമെന്റിന്റെ ഒരു NOC വാങ്ങിയിരിക്കും. അങ്ങനെ NOC ഇല്ലാത്ത ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് കുട്ടികളുടെ അടിസ്ഥാന 1-ാം ക്ലാസ് മുതലും LKG UKG മുതലുള്ള ക്ലാസ്സുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു സിലബസ് ഇല്ല. അപ്പൊ അതൊരു സിലബസ് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമൂലമായ ഒരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്നു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. വിദ്യാഭ്യാസ കച്ചവടം, അതായത് ഇപ്പോ വളരെ അപൂർവം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ഡിപ്പോസിറ്റ് വാങ്ങുന്നു, തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിലുള്ള ഫീസ് വാങ്ങുന്നുണ്ട്. അപ്പൊ ഫീസ് സാധാരണ മറ്റു നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഫീസ് വാങ്ങുന്നതിന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഇത്ര രൂപ ഫീസ് വാങ്ങാൻ പാടുള്ളൂന്നുള്ള. ഇവിടെ ഇത് അവർ തന്നെ തീരുമാനിക്കുന്നു. അപ്പൊ അതിനെയാണ് ഞാനതിനെ വിശേഷിപ്പിച്ചത്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.